സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്ത് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ താരമായിരുന്നു ശരത്. ശരത് സീരിയലിൽ മാത്രമല്ല ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കഥകളി ഗായകൻ കലാമണ്ഡലം ഹരിദാസിൻ്റെയും സരസ്വതിയുടെയും മകനാണ് ശരത്. 1994 പുറത്തിറങ്ങിയ സ്വാഹം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. എന്നീ സ്വന്തം ജാനകിക്കുട്ടി, പത്രൻ, ദേവദൂതൻ, രാജാവിൻ്റെ മകൻ, മോളി ആൻറ്റി, റോക്സ്, സുസു, സുധി, വാക്യം തുടങ്ങി 25ഓളം സിനിമകൾ ശരത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കൗമാരക്കാരെ മൊത്തം ഹരം കൊള്ളിച്ച സോങ് ആയിരുന്നു ദേവദൂതനിലെ ഉണ്ടായിരുന്നത്. അതിൽ ശരത് നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് എപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഓർക്കുന്ന രീതിയിലായിരുന്നു ശരത്തിൻ്റെ അഭിനയം. സിനിമ, സീരിയൽ അഭിനയത്തിലായിരുന്നാലും ഡബ്ബിംഗ് അവതരണ രീതിയിലായാലും ശരത് തൻ്റേതായ കഴിവ് തെളിയിച്ച് മുൻനിരയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനേക്കാൾ ജനപ്രീതി ശരത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ സീരിയൽ ലോകത്തു നിന്നാണ്. ദൂരദർശനിലെ മനസ്സ് സീരിയൽ തൊട്ട് മാളികപ്പുറം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലിസ്റ്റ് തന്നെ ശരത് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. മിന്നുകെട്ട് സീരിയലിലെ ശ്രീ മഹാഭഗവതി, മാനസപുത്രി, ഓട്ടോഗ്രാഫ്, അമ്മ, ഹരിചന്ദനം, ഭ്രമണം തുടങ്ങിയ നിരവധി സീരിയലുകളിൽ പ്രധാന വേഷത്തിൽ ശരത് അഭിനയിച്ചിട്ടുണ്ട്. ഭ്രമണത്തിലെ വില്ലൻ റോളായ രവിയങ്കിൾ എന്ന കഥാപാത്രത്തെ അതിശക്തമായി നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രേക്ഷകർ തന്നെ ചോദിച്ചുപോയി, നായകനായി എത്തിയ ശരത് എങ്ങനെ വില്ലനായി പോയെന്ന്. അത്രയ്ക്കും നല്ല കഴിവാർന്ന രീതിയിലായിരുന്നു ഭ്രമണത്തിൽ ശരത്തിൻ്റെ അഭിനയ രീതി. നായകനും വില്ലനുമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ് ശരത്തിനുണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി. രംഗത്ത് മാത്രം ഒതുങ്ങാതെ ഡബ്ബിംഗ് മേഖലയിലും ശരത് കൈവച്ചിട്ടുണ്ട്. അച്ചുവിൻ്റെ അമ്മ, ഇടവപ്പാതി തുടങ്ങിയ സിനിമകളിലൂടെ 2 വട്ടം കേരള സംസ്ഥാനത്തിൻ്റെ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഡബ്ബിംഗ് കലാകാരനുള്ള നേടിയെടുക്കാൻ ശരത്തിന് കഴിഞ്ഞു. പ്രേക്ഷകർ ഓർത്തു വയ്ക്കുന്ന രീതിയിലുള്ള സിനിമകളിലായിരുന്നു ശരത് ഡബ്ബിംഗ് നൽകിയത്. നമ്മൾ സിനിമയിൽ സിദ്ധാർത്ഥ് ഭരത് ശബ്ദം നൽകിയത് ശരത്താണ്. ഹാപ്പി ഡേയ്സ്, ഇതിൽ ഞങ്ങളുടെ ലോകം തുടങ്ങിയ ഡബ്ബിങ്ങുകൾ സിനിമകളിൽ ശബ്ദം നൽകിയിട്ടുണ്ട്. അച്ചുവിൻ്റെ അമ്മ സിനിമയിൽ നരേന് ശബ്ദം നൽകിയതും ശരത് നൽകിയതായിരുന്നു. ശരത്തിന് ഇന്ന് കണ്ടാലും പ്രായമൊന്നും തോന്നില്ല. അന്ന് നമ്മൾ സീരിയൽ കണ്ടത് അതുപോലെ തന്നെയാണ്. ശരത് ഇപ്പോഴും ഇരിക്കുന്ന. അഞ്ജുവാണ് ശരത്തിൻ്റെ ഭാര്യ. 2 പെൺകുട്ടികളാണ് ശരത്തിനുള്ളത്. കിംസ് ആശുപത്രിയിലെ ഓഡിയോളജിസ്റ്റ് ആയിരുന്നു ശരത്തിൻ്റെ ഭാര്യ അഞ്ജു. വേദ, ധന്യ എന്നിങ്ങനെ 2 മക്കളാണ് ശരത്തിനുള്ളത്.